നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ വരവൂർ തളി നടുവട്ടത്ത് പ്രവർത്തനം ആരംഭിക്കാനിരിക്കുന്ന സ്വകാര്യ മാലിന്യ പ്ലാന്റിനെതിരെ പ്രതിഷേധം ശക്തം. പ്ലാന്റിലേക്ക് അറവ് അവശിഷ്ടങ്ങളുമായി എത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞു. പ്രദേശത്ത് മാലിന്യ പ്ലാന്റ് അനുവദിക്കാൻ കഴിയില്ലെന്നും ജനകീയ സമരസമിതി നേതാക്കൾ. ഒറ്റപ്പാലം പാലപ്പുറം ചക്കാലക്കുണ്ട് സ്വദേശിയായ 22-കാരൻ കുഴഞ്ഞു വീണു മരിച്ചു. ലഹരി ഉപയോഗമാണോ മരണകാരണമെന്ന സംശയം. യുവാവിന്റെ അടിവസ്ത്രത്തിൽ നിന്നും ലഹരി കുത്തിവെക്കാനുള്ള സിറിഞ്ച് കണ്ടെടുത്തു. പറളി തേനൂരിൽ അഴുക്കുചാൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് CPIM BJP സംഘടനം. 3 CPM പ്രവർത്തകർക്കെതിരെയും 20 BJP പ്രവർത്തകർക്കെതിരെയും കേസെടുത്ത് മങ്കര പോലീസ്. CPM-കാരുടെ ആജ്ഞാനുവർത്തികളായി പോലീസ് പ്രവർത്തിക്കുന്നതായും BJP ആരോപണം. വാർത്തകൾ വിശദമായി. തൃശൂർ വരവൂർ തളി നടുവട്ടത്ത് പ്രവർത്തനം ആരംഭിക്കാനിരിക്കുന്ന സ്വകാര്യ മാലിന്യ പ്ലാന്റിനെതിരെ പ്രതിഷേധം ശക്തം. പ്ലാന്റിലേക്ക് അറവ് അവശിഷ്ടങ്ങളുമായി എത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞു. നടുവട്ടം പാറപ്പുറത്ത് ജനവാസ മേഖലയിലെ പ്ലാന്റിനെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നുവരുന്നത്. പ്ലാന്റ് ജനവാസ മേഖലയിൽ ആയതിനാൽ പ്രദേശത്തെ വെള്ളവും വായുവും മലിനമാകും എന്ന് ആരോപിച്ചാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ അറവു മാലിന്യങ്ങളുമായി വാഹനമെത്തിയത്. ഇതോടെ നാട്ടുകാർ വാഹനം തടഞ്ഞു. അതിനിടെ വാഹനത്തിലുണ്ടായിരുന്നവർ പ്രദേശവാസിയായ ശരത്തിനെ ആക്രമിച്ചതായും പരാതി. ശരത്ത് മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. സമരസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ രാവിലെയും പ്രതിഷേധം തുടർന്നു. സ്ഥലത്തെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, വൈസ് പ്രസിഡന്റ് KK ബാബു എന്നിവർക്കെതിരെയും നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായി. പഞ്ചായത്ത് ഭരണസമിതി മാലിന്യ പ്ലാന്റിന് അനുകൂലമാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പഞ്ചായത്തിന്റെ അനുമതിയോടെയാണ് മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നതെന്ന് പഞ്ചായത്ത് പ്രതിപക്ഷാംഗം M വീരചന്ദ്രൻ ആരോപിച്ചു. ഇവിടെ പഞ്ചായത്ത് അനുമതി കൊടുത്തു എന്നറിയപ്പെടുന്ന ഇവിടുത്തെ പ്രതിപക്ഷ മെമ്പർമാർ, ഞങ്ങൾ ഉൾപ്പെടുന്ന പ്രതിപക്ഷ മെമ്പർമാർ എതിർത്തിട്ടും പഞ്ചായത്ത് ഭരണസമിതി അനുമതി കൊടുത്തു എന്ന് പറയുന്ന മാലിന്യ പ്ലാന്റിലേക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാതെ ഇവിടെ വന്നിട്ടുള്ള ലോറി, ഇവിടുത്തെ സാധാരണക്കാർ, ഇവിടുത്തെ ജനങ്ങൾ, ഈ പ്രദേശവാസികളായിട്ടുള്ള തദ്ദേശീയ ജനങ്ങൾ അവർ തടഞ്ഞിട്ടിരിക്കുകയാണ്. ഇവിടെ ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത, വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ജനങ്ങൾ നിൽക്കുന്നത്. അത്രയും ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ ഈ പ്രദേശം ആകെ ദുർഗന്ധം വമിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പഞ്ചായത്ത് മാലിന്യ പ്ലാന്റിനെതിരെയാണ് നിലകൊള്ളുന്നതെന്നും പ്രസിഡന്റ് PP സുനിത പറഞ്ഞു. പ്ലാന്റ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിയമവിരുദ്ധമായാണ് നിലകൊള്ളുന്നതെന്നും ഇതിനെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് അറിയിച്ചു. ഈ ഒരു നിയമം ലംഘിച്ചുകൊണ്ടാണ് ഇന്നലെ അവര് ട്രയൽ റൺ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയത്. ജനങ്ങളുടെ പരാതിയെ തുടർന്ന് ഇത് ജില്ലാ കളക്ടർ, ഈ ഒരു ശുചിത്വ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന രീതിയിൽ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നേരിട്ട് വിളിക്കുകയും അദ്ദേഹം ഉടനെ തന്നെ ഇത് JDയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഇത് അന്വേഷിക്കുകയും അടിയന്തരമായിട്ട് ഇന്നലെ അവിടെ പിടിച്ച മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടപടി എടുക്കുകയാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും ഇത് ഈ ഒരു പ്ലാന്റ് വരവൂരിൽ വരുന്നത് മുതൽ ജനകീയമായിട്ട് ഒരുപാട് പരാതികൾ വന്ന അന്ന് മുതൽ തന്നെ ഗ്രാമപഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ട്, നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഗ്രാമപഞ്ചായത്തിൽ നടക്കാൻ അനുവദീയമല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ബന്ധപ്പെട്ട അതോറിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. അന്നും ഇന്നും ഞങ്ങൾ ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒടുവിൽ സ്ഥലത്തെത്തിയ എരുമപ്പെട്ടി പോലീസും ജനകീയ സമിതി ഭാരവാഹികളും തമ്മിൽ നടത്തിയ ചർച്ചയിൽ നിയമ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയതോടെയാണ് തടഞ്ഞ മാലിന്യ വണ്ടി നാട്ടുകാർ വിട്ടയച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം പാലപ്പുറം ചക്കാലക്കുണ്ട് സ്വദേശിയായ 22-കാരൻ കുഴഞ്ഞു വീണു മരിച്ചു. ലഹരി ഉപയോഗമാണോ മരണകാരണമെന്ന സംശയം നിലനിൽക്കുന്നു. യുവാവിന്റെ അടിവസ്ത്രത്തിൽ നിന്നും ലഹരി കുത്തിവെക്കാൻ ഉപയോഗിക്കുന്ന സിറിഞ്ച് കണ്ടെടുത്തിട്ടുണ്ട്. ഷൊർണൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ. പറളി തേനൂരിൽ അഴുക്കുചാൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ CPIM BJP സംഘടനം. 3 CPIM പ്രവർത്തകർക്കെതിരെയും 20 BJP പ്രവർത്തകർക്കെതിരെയും മങ്കര പോലീസ് കേസെടുത്തു. CPM-കാരുടെ ആജ്ഞാനുവർത്തികളായി പോലീസ് പെരുമാറുന്നതായും BJP അംഗം പറഞ്ഞു. പഞ്ചായത്തിലെ 2-ാം വാർഡിൽ തേനൂർ കല്ലേമൂച്ചിക്കൽ AUP സ്കൂളിന് സമീപം അഴുക്കുചാൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വാക്കുതർക്കം അടിപിടിയിൽ കലാശിച്ചു. അഴുക്കുചാൽ നിർമ്മാണത്തിന് കോരിയെടുത്ത പാഴ്വസ്തുക്കൾ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിക്ഷേപിക്കുന്നതിലാണ് തർക്കം ഉടലെടുത്തത്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് മണ്ണുമായി പോകുന്ന ലോറി CPM പ്രവർത്തകർ തടഞ്ഞു. ഇതിനെ ചോദ്യം ചെയ്ത 2-ാം വാർഡ് അംഗവും BJP-കാരനുമായ നാരായണൻകുട്ടിയുമായി തർക്കമൂത്ത് കയ്യാങ്കളിയിലായി.
സംഭവമറിഞ്ഞ് 1-ാം വാർഡ് അംഗവും BJP-കാരനുമായ സന്തോഷിന്റെ നേതൃത്വത്തിൽ 20ഓളം BJP പ്രവർത്തകർ എത്തിയതോടെ രണ്ടു കക്ഷിക്കാരും തമ്മിൽ അടിപിടിയായി. മങ്കര പോലീസ് സ്ഥലത്തെത്തി പ്രശ്നം അമർച്ച ചെയ്തു. 3 CPM-കാരുടെ പേരിലും 20 BJP-കാരുടെ പേരിലും കേസെടുത്തു. ബന്ധപ്പെട്ടിട്ട് പോലീസ് ഉടനടി 8 മണിയാകുന്ന സമയത്ത് സന്തോഷ് മെമ്പർ അദ്ദേഹവും ഈ എൻ്റെ സംഭവം അറിഞ്ഞപ്പോൾ വന്നിട്ട് ഈ കച്ചറയുടെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ പോലീസ് പിടിക്കാൻ വേണ്ടി ഞങ്ങൾ രാവിലെ 10:30 പോലീസ് സ്റ്റേഷനിൽ ജനപ്രതിനിധികളുടെ നിലയ്ക്ക് 10:30 2 പേര് രാജേഷ് മെമ്പറുണ്ട്. അദ്ദേഹം പറളി ഗ്രാമപഞ്ചായത്തിലെ 20-ാം വാർഡ് മെമ്പറാണ്. അദ്ദേഹവും പറഞ്ഞു രാവിലെ 10:30 പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുക, വിളിച്ചാൽ തന്നെ പോണ ആളാണ്, അപ്പോൾ അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞു. പോലീസിന് നിർബന്ധ ബുദ്ധി, അപ്പോൾ രാത്രി തന്നെ കൊണ്ടുപോകണമെന്ന്. അപ്പോൾ അവിടെയും വീണ്ടും ആളുകളുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി. അതിന് പകരം പിന്നെ ഞാൻ രാത്രി തന്നെ പോയി എന്നെ അടിച്ചവർക്കെതിരെ ഞാൻ ഹോസ്പിറ്റലിൽ ഇതാവും മൊഴി കൊടുക്കും എല്ലാം കൊടുത്തു. കേസ് അതിനിടെ 1-ാം വാർഡ് അംഗം സന്തോഷിനെ തേടി രാത്രി പോലീസ് സന്തോഷിന്റെ വീട്ടിലെത്തിയത് പ്രദേശത്ത് തടിച്ചുകൂടിയ BJP പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കത്തിനിടയാക്കി. സന്തോഷിനെ തേടി രാത്രി വീട്ടിലെത്തിയ പോലീസ് സന്തോഷിനെ കിട്ടാത്തതിനാൽ പകരം 2 പേരെ പിടിച്ചുകൊണ്ടുപോയതായും വളരെ മോശമായി പെരുമാറിയെന്നും പോലീസ് പിടിച്ചുകൊണ്ടുപോയ അനിൽ പറഞ്ഞു. പോലീസുകാർ വന്നു പറഞ്ഞു. അപ്പോൾ പോയി നോക്കാൻ വേണ്ടി പോയപ്പോൾ അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. എന്നാൽ എന്താ വിഷയം എന്ന് അവർ പറയണില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ പോയപ്പോൾ അവർ വന്ന് വർത്തമാനം പറയുന്നത് അവനെ വിട്ടുതരണമെന്ന് പറഞ്ഞു. അതിന് അവൻ അവിടെ ഇല്ല, വേറെ സ്ഥലത്തേക്ക് പോയവർക്കായിരുന്നു ഫോൺ ചാർജ് കുത്തി വെച്ചിട്ട്. പക്ഷേ ആ ദേഷ്യത്തിൽ ജനങ്ങളെല്ലാവരും നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് കിട്ടാണ്ടായപ്പോൾ എന്നെ വേറൊരാളിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടാക്കി. എന്നിട്ട് അവർ രാത്രി 11 മണിക്കും പോലീസുകാർ വന്നിട്ട് 1 മണിയാകുമ്പോൾ വേറെ കിടന്നുറങ്ങിയിരിക്കുന്ന ഷിജി പറഞ്ഞവനെ വിളിച്ചെടുത്തി വേറെ ആൾ വിളിച്ച് വരുത്തിയിട്ട് അവനെ കൊണ്ടുപോയിട്ട് 1 മണിയാകുമ്പോൾ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അവർ പോലീസുകാർ മൊത്തം തൊടി ഓരോരോ വീടുകളിലും രാത്രി പോയി കിടന്നുറങ്ങുന്ന അമ്മമാരുടെ മുഖത്ത് ടോർച്ചടിച്ചിട്ട് അവർക്ക് തൊടിയിൽ അവിടെ എവിടെ ഇരിക്കുന്നതെന്ന് കുട്ടികളിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പേര് അവിടെ നിൽക്കുന്നതിൽ തേടി പിടിക്കേണ്ട ആവശ്യം മെമ്പറുണ്ടോ ചോദിച്ചിട്ട്. അഴുക്കുചാൽ നിർമ്മാണത്തിനായി കോരിയെടുത്ത വസ്തുക്കൾ അടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിക്ഷേപിക്കുന്നതിന് ലോറിയിൽ കൊണ്ടുപോകുമ്പോൾ ചില CPM പ്രവർത്തകർ ലോറി തടഞ്ഞ് ഡ്രൈവറോട് പണം ആവശ്യപ്പെട്ടെന്നും ഇത് പഞ്ചായത്ത് അംഗം നാരായണൻകുട്ടി ചോദ്യം ചെയ്തതാണ് പ്രശ്നത്തിന്റെ തുടക്കമെന്നും പറയുന്നു. അങ്ങനെ ഒരുപാട് 2-ാം വാർഡിൽ തന്നെ ജീവിക്കാൻ പറ്റാത്ത ഒരു നിയമവാഴ്ചയില്ലാത്ത സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. അതിന് ഈ CPM പാർട്ടി പോലെയുള്ള ഒരു പാർട്ടി എന്തിനു ഇതേപോലെ മദ്യപാനികൾക്ക് പിന്തുണ കൊടുക്കണമെന്നുള്ളത് നമുക്ക് അതിശയം ജനിപ്പിക്കുന്നു. ശരിക്കും ഈ ഗോവിന്ദ മാഷൊക്കെ ഇന്നലെ പറഞ്ഞിട്ടു CPM മദ്യപാനികളെ പുറത്താക്കുന്നു. യഥാർത്ഥത്തിൽ 24 മണിക്കൂറും രാവിലെ തന്നെ മദ്യപിക്കുന്ന ഒരു സംഘം തന്നെയാണ് ഇത്. യഥാർത്ഥത്തിൽ ജീവിതം തന്നെ ഇവിടെ ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്. BJPയുടെ വളർച്ച തളർത്തുക എന്ന് മാത്രമാണ്. അത് ഇവിടുത്തെ കേരളം ഭരിക്കുന്ന പിണറായിയുടെ ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള MLA MP-യും ഇതിന് സജീവമായ പങ്കാളിത്തം ഈ വിഷയത്തിൽ ഊന്നിയിട്ടുണ്ട്. BJP വാർഡ് മെമ്പറുടെ വാർഡിൽ വികസനം തടസ്സപ്പെടുത്താനാണ് CPM പ്രവർത്തകരുടെ ശ്രമമെന്ന് പ്രദേശത്തുകാർ ആരോപിക്കുന്നു. കുട്ടികൾക്ക് മാറി നിൽക്കാനോ ഒരു സ്ഥല സൗകര്യം തീരെയില്ല. അതിൻ്റെ വികസന പ്രവർത്തനത്തിനായിട്ട് സ്ലാബിട്ട് വളരെ സൗകര്യമായിട്ടുള്ള സ്ഥലം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് മുൻകൈയെടുത്ത് പഞ്ചായത്ത് മെമ്പറുടെ വക ചെയ്യുന്ന പ്രവൃത്തിയാണ്. അത് മറ്റേ വേറെ ഒരു നാട്ടുകാർക്ക് വേറെ ആർക്കും അതിനെപ്പറ്റി യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല, ആർക്കും ഒരു ഇടപെടില്ല. പിന്നെന്താ സൗകര്യം കാരണം കുട്ടികൾക്ക് വഴിമാറാനും വാഹനങ്ങൾക്ക് പോകാൻ ഒരു വാഹനം വരുമ്പോൾ മാറാൻ വഴിയില്ല. അപ്പോൾ അതൊരു ഏറ്റവും വലിയ സൗകര്യമല്ലേ. അതിന് ജനങ്ങൾക്ക് ഒരു പറയുകയെന്ന് പറഞ്ഞാൽ വല്ലാത്ത സങ്കടം. CPM-കാരുടെ ആജ്ഞാനുവർത്തികളായി മങ്കര പോലീസ് പെരുമാറുന്നുവെന്ന് 1-ാം വാർഡ് അംഗം സന്തോഷ് പറഞ്ഞു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 എന്നെ 2-ാം വാർഡ് മെമ്പർ നാരായണൻകുട്ടിയായിട്ട് എന്നെ വിളിക്കുന്നത്. CPM-ൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളും കുറച്ച് പേരും കൂടിയിട്ട് പറളി പഞ്ചായത്തിൻ്റെ വികസന പദ്ധതിയായ ഡ്രെയിനേജ് നിർമ്മാണത്തിൽ മണ്ണ് കൊണ്ടുപോയി തട്ടുന്നത് CPM ബ്രാഞ്ച് അംഗം തടുത്തു. പൈസ ചോദിച്ചു. ഇത് ചോദിക്കാൻ പോയ 2-ാം വാർഡ് മെമ്പറേയും കോൺട്രാക്റ്റുകാരനെയും അവർ കയ്യേറ്റം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവരെന്നെ വിളിച്ച് വരാൻ പറഞ്ഞത്. ഞാനും പാർട്ടി പ്രവർത്തനം കൂടി വിളിച്ച് ചെന്നു. നോക്കുമ്പോൾ പിന്നെ കയ്യേറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ചെറിയൊരു അടിപ്രശ്നമായി മാറി. മെമ്പറെ വന്ന് പറഞ്ഞപ്പോൾ അതും കൂടി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോങ്ങാട് MLA ശാന്തകുമാരിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പട്ടികജാതി വികസന ഫണ്ടിൽ നിന്നും 611 കോടി രൂപ വെട്ടിക്കുറച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചും
ഇതിൽ പ്രതികരിക്കാത്ത MLA-യുടെ നടപടിയെയും ആരോപിച്ചായിരുന്നു പ്രവർത്തകർ വായ മൂടിക്കെട്ടി മാർച്ച് സംഘടിപ്പിച്ചത്. പ്രതിഷേധക്കാരെ പോലീസ് ഗേറ്റിന് മുന്നിൽ തടഞ്ഞു. SC/ST സഹായ പദ്ധതികൾ ഉടൻ നൽകുക, വെട്ടിച്ചുരുക്കിയ പദ്ധതികൾ പുനഃസ്ഥാപിക്കുക, ദളിതരോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് നടത്തിയത്. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് അത് അവസാനിപ്പിക്കാൻ ഇന്ത്യൻ പാർലമെന്റ് ആദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവതരിപ്പിച്ച നിയമം അത് ഐത്തോച്ചാടനം ഐക്യമില്ലാതാക്കാൻ വേണ്ടിയതാണ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ദളിത് വിഭാഗത്തിന് ഇന്ത്യയിൽ സ്വാതന്ത്ര്യാധീന ഭാരതത്തിൽ സ്വാതന്ത്ര്യ സമര. ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നാരായണസ്വാമി അധ്യക്ഷനായി. DCC അംഗങ്ങളായ P സ്വാമിനാഥൻ, CN ശിവദാസൻ, ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നീരടി സുധാകരൻ, CA കൃഷ്ണകുമാർ, TV രാമദാസ്, TU മുരളീകൃഷ്ണൻ, S കൃഷ്ണകുമാർ, K സ്വാമിനാഥൻ, EP ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തുരിപ്പാല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലത്തിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ AR രാജൻ ഉദ്ഘാടനം ചെയ്തു. UGCയുടെ 6ാം ശമ്പള പരിഷ്കരണ അപാകത ഉടൻ പരിഹരിക്കുക, 6ാം പദ്ധതി അനുസരിച്ച് DCRGയും പെൻഷൻ കമ്മ്യൂട്ടേഷനും അനുവദിക്കുക, 2007 മുതലുള്ള ശമ്പള കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സാംസ്കാരിക കേരളത്തിന്റെ അഭിമാനമായിട്ട് നിൽക്കുന്ന